ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ബോബി ചെമ്മണ്ണൂരിനെതിരായി ഹണി റോസ് കൊടുത്ത ഒരു പരാതിയിൽ കേസെടുത്തിരുന്നു. ഹണി റോസിനെ പല സന്ദർഭങ്ങളിലും സ്റ്റേജ് ഷോയിലിടയ്ക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നും ഹണി റോസിന് എതിരായി മോശമായ പരാമർശം നടത്തിയെന്നും സ്ത്രീത്വത്തിനെതിരായി സംസാരിച്ചെന്നും അങ്ങനെ നിരന്തരമായി അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നും കഴിഞ്ഞ 2 വർഷമായി താനിത് ഈ വേദന സഹിക്കുകയായിരുന്നു എന്നായിരുന്നു ഹണി റോസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി. ഇപ്പോൾ അവർ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഇവരോടൊപ്പം നിന്ന് ഡാൻസ് ചെയ്യുന്നതുമൊക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം അവിടെ പോയി ഒരു ഓറലായി പുതിയ പരാതി അവിടെ അവരുടെ മൊഴിയെടുപ്പിക്കാനും അവർ അനുവാദം കൊടുത്തു. അങ്ങനെ പോലീസ് അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ഇത് ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ്. 75 BNS എന്ന വകുപ്പിനകത്താണ് ഈ കുറ്റം വരുന്നത്. ഏകദേശം 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അതോടൊപ്പം തന്നെ IT ആക്ട് 67 കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി ഒരാളെ അവഹേളിച്ചാലും അവരെ മോശമായി പരാമർശിച്ചാലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയാലും അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചാലും അതിന് 67 IT ആക്ട് പ്രകാരം നടപടിയെടുക്കാം. 7 വർഷം മുതൽ 10 വർഷം വരെ അതിന് തടവുണ്ട്. ഇന്ന് രാവിലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിനെ വയനാട് മേപ്പാടിയിലെത്തി. അവിടുത്തെ പോലീസ് അറിയാതെ തന്നെ അവർ ആ വീട് വളഞ്ഞു. അദ്ദേഹം അവിടെ 1000 ഏക്കർ എന്ന സ്ഥലത്ത് തേയിലത്തോട്ടവും അവിടെ റിസോർട്ട് ഇദ്ദേഹത്തിനുണ്ട്. അവിടെ താമസിച്ചിട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹം കേരളം വിടാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ പോലീസ് ആ നീക്കം അറിഞ്ഞു. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തു. ഹണി റോസ് മുഖ്യമന്ത്രി അപേക്ഷിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന്. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മേപ്പാടിയിലെത്തി അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ അദ്ദേഹത്തിനെ കസ്റ്റഡി എടുത്തു. അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ലോക്കൽ പോലീസും അറിയാതെ അദ്ദേഹത്തിനെ വളഞ്ഞ് കസ്റ്റഡി എടുക്കുകയും പിന്നീട് ലോക്കൽ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിനെ എറണാകുളത്തേക്ക് അവിടുന്ന് കൊണ്ടുവരികയാണ്. അവിടെ എറണാകുളത്ത് 4 മണിക്കെങ്കിലും എത്തുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് അപേക്ഷ സഹിതം കോടതി കൊടുക്കുമെന്ന് മനസ്സിലാകുന്നു. കാരണം ഇതുപോലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പദങ്ങളും ഒരു സ്ത്രീയുടെ പിന്നാലെ കൂടി അവരെ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാക്കുകൾ തീർച്ചയായിട്ടും ഒഫൻസീവാണ്. ആ കാര്യത്തിലേക്ക് ഒരു FIR സെൻട്രൽ സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. അവർ നേരത്തെ ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ ഏകദേശം ഇവരെ അവഹേളിച്ച 30 പേരുടെ പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഷാജി എന്നയാളെ 60 വയസ്സുകാരനെ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് 30 പേരിൽ 29 പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അതിനകത്ത് 10-16 പേരെ ഐഡന്റിറ്റി പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അറസ്റ്റും ഉണ്ടാകും. അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക. ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചിലർ അടിയിൽ വൾഗറായ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജാമ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും. 3 വർഷം ശിക്ഷയുള്ള കേസാണ്. കോടതി റിമാൻഡ് ചെയ്യും. കോടതിയിൽ നിന്ന് ജാമ്യം പിന്നീട് എടുക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലെ പ്രതികരിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ ഹണി റോസ് കൊടുത്ത പരാതി. അവർ ആ പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒഫൻസിൻ്റെ ഇലക്ട്രോണിക്സ് ഫോമൂടെ അവർ റെക്കോർഡ് ചെയ്ത് പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് എവിഡൻസ് ആണ്. വേറൊരാൾ സാക്ഷിയുടെ ആവശ്യം ഈ കേസിനകത്തില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇതുപോലെ കമൻ്റ് ഇടുന്നവരും വൾഗർ കമൻ്റ് ഇടുന്നവരും പേര് മാറ്റി വേറെ ചില നമ്പറുകളിലും ഫേക്ക് അഡ്രസ്സിലും ഒക്കെ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ശരി, അത് പോലീസ് ട്രേസ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ കേരള പോലീസിന് അറിയാം. അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക.